പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ദിവ്യാസ് ലേണിംഗ് അക്കാഡമിയുടെ സ്വാഗതം. മലയാളം പരീക്ഷകൾ 10ാം ക്ലാസ്സിലെ വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞ ഒത്തിരി കുട്ടികളുടെ കമൻറ്റുകളുണ്ടായിരുന്നു, ഒത്തിരി കുട്ടികളുടെ ബന്ധപ്പെടലുകളുണ്ടായിരുന്നു. അതിൽ വളരെ സന്തോഷം. കുറേ കുട്ടികൾക്ക് അത് പ്രയോജനപ്പെട്ടു എന്നറിഞ്ഞതിൽ ആഹ്ലാദിക്കുന്നു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എല്ലാ അധ്യായങ്ങളും നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് പറ്റിയില്ല. എന്നാൽ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ക്ലബ് ചെയ്തിരിക്കുന്ന പാഠങ്ങളായതുകൊണ്ട് തന്നെ 9ാം ക്ലാസ്സിൻ്റെ പരീക്ഷ വരുന്നതിന് മുൻപ് പരമാവധി പാഠങ്ങൾ നിങ്ങൾക്ക് തരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരധ്യായമാണ് മാണിക്യൻ എന്ന് പറയുന്ന കഥ. സാഹിത്യസുരഭിയിലെ ഏറ്റവും വലിയൊരു അധ്യായം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു കഥയെന്ന് വേണമെങ്കിൽ പറയാം. മാണിക്യൻ്റെ രചയിതാവ് നമുക്കൊക്കെ വളരെ സുപരിചിതയായ, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ലളിതാംബിക അന്തർജനം എന്ന കൊട്ടാരക്കരയിൽ ജനിച്ച മലയാളത്തിൻ്റെ പ്രിയ കഥാകാരി എഴുതിയതാണ്. ആ മഹത് വനിത 1987 മരിക്കുന്നതിന് മുൻപ് കേരളത്തിലെ ഒട്ടേറെ പ്രസിദ്ധങ്ങളായിട്ടുള്ള പുരസ്കാരങ്ങൾ നേടുകയും ജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്ത ഒരു എഴുത്തുകാരിയാണ്. 1977 ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന കൃതിയാണ് ആ എഴുത്തുകാരിയെ ഇത്രമേൽ പ്രശസ്തയാക്കിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രായം ഒരു പ്രശ്നമേ അല്ല. പ്രായം എത്ര ഏറിയാലും ആ പ്രായത്തിന് ശേഷം അദ്ദേഹത്തിന് 77 വയസ്സുള്ള സമയത്താണ്, ആ മഹദ്വനിതയ്ക്ക് 77 വയസ്സുള്ള സമയത്താണ് ഈ പറഞ്ഞ അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവൽ എഴുതുന്നത്. ബ്രാഹ്മണ പശ്ചാത്തലത്തിലുള്ള ഒരു നോവൽ. അപ്പോൾ ആ കഥാപാത്രങ്ങളും അതിലെ ജീവിതശൈലിയുമൊക്കെ മലയാളിക്ക്, ആ രചനാശൈലിയുമൊക്കെ മലയാളിക്ക് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ അത് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. പിൽക്കാലത്ത് ശ്യാമപ്രസാദിൻ്റെ സംവിധാനത്തിൽ അഗ്നിസാക്ഷി ഒരു സിനിമയായി മലയാളികളുടെ മനസ്സിൽ ചേക്കേറുകയും ചെയ്തു. വയലാർ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ്, ഓടക്കുഴൽ അവാർഡ് എന്നിങ്ങനെ മലയാളത്തിൽ എണ്ണം പറഞ്ഞ അവാർഡുകളൊക്കെ ഈ മഹത് വനിതയെ തേടിയെത്തിയിട്ടുണ്ട്. അതുകൂടാതെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെയും കേരള സാഹിത്യ അക്കാദമിയുടെയും ഒക്കെ തലപ്പത്ത് വൈസ് പ്രസിഡൻ്റായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള ആളുകൂടിയാണ് ലളിതാംബിക അന്തർജനം. കൊല്ലം ജില്ലയിൽ ജനിക്കുകയും കോട്ടയത്ത് മരിക്കുകയും ചെയ്ത ഈ കഥാകാരിയുടെ മാണിക്യൻ എന്ന കഥ പഠിക്കുമ്പോൾ അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലം നമ്മൾ ഒന്ന് ഓർക്കേണ്ടതുണ്ട്. മാണിക്യൻ്റെ കഥ നടക്കുന്നത് ജന്മിയും കുടിയാനും തമ്മിൽ, അല്ലെങ്കിൽ മുതലാളിയും തൊഴിലാളിയും തമ്മിൽ വളരെ അകലം നിലനിന്നിരുന്നൊരു കാലഘട്ടം. ഇന്നിപ്പോൾ നമുക്കെല്ലാവരും പണമുള്ളവനും പണമില്ലാത്തവനും ഒക്കെ ഒരേപോലെ ഒരേ മനസ്സോടുകൂടി ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയും അയിത്തമോ അല്ലെങ്കിൽ മറ്റ് ആചാരങ്ങളോ ഒന്നും പ്രത്യക്ഷത്തിൽ കാണിക്കാൻ പോലും പറ്റാത്തൊരു കാലമാണ്. നിയമം അത്ര ശക്തമാണ്, ജനങ്ങൾ വിദ്യാഭ്യാസം ഉള്ളവരായി മാറിയിരിക്കുന്നു. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്ന് തമ്പുരാൻ കൽപ്പിക്കും, കീഴാള ജാതിക്കാരായിട്ടുള്ള പുലയരാതി, ഈഴവരാതി, പിന്നോക്ക വിഭാഗക്കാരായിട്ടുള്ള ആളുകളൊക്കെ അവർ പറയുന്നത് അനുസരിക്കേണ്ടി വരും. അനുസരിക്കുക മാത്രമല്ല, അനുസരിക്കാതിരുന്നാൽ കഠിനമായ ശിക്ഷ, അടിയും, ചിലപ്പോൾ കൊല്ലുകയും അല്ലെങ്കിൽ മൃഗീയമായി പീഡിപ്പിക്കുകയും അല്ലെങ്കിൽ വീട് പൊളിച്ചു കളയുകയും അവരുടെ കുട്ടികളെയും ഭാര്യമാരെയും ഒക്കെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ നടന്നൊരു കഥയായിട്ടാണ് മാണിക്യൻ നമ്മുടെ മുമ്പിൽ വരുന്നത്. അന്ന് പാവപ്പെട്ടവരുണ്ടാക്കുന്ന എല്ലാം പണക്കാരന് അവകാശപ്പെട്ടതാണ്. അവർ കൃഷി ചെയ്യുക, നെല്ല് ഉൽപ്പാദിപ്പിക്കുക, ഫലവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക, വാഴക്കൊലകൾ നിർമ്മിക്കുക, ഇതൊക്കെ ഉണ്ടാക്കുക. ഇതെല്ലാം മുതലാളിക്ക് അല്ലെങ്കിൽ ജന്മിക്ക്, തമ്പുരാന് അവകാശപ്പെട്ടതാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു നിയമം. വസ്തുക്കളെല്ലാം തമ്പുരാൻ്റെതാണ്. തമ്പുരാൻ്റെ പറമ്പിൽ അല്ലെങ്കിൽ തമ്പുരാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കുടിൽ കെട്ടി താമസിക്കാൻ തമ്പുരാൻ അനുവാദം കൊടുത്താൽ മാത്രമാണ് സാധാരണക്കാരന് അവിടെ താമസിക്കാൻ പറ്റുക. അതിനേക്കാൾ വലിയൊരു വസ്തുത എന്ന് പറയുന്നത് പേര് പോലും, ഒരു അടിയാൻ്റെ പേര്, പാവപ്പെട്ടവൻ്റെ പേര് പോലും ഏറ്റവും മോശം പേര് ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ കറുമ്പൻ, സുന്ദരനൊന്നും പേരിടാൻ പറ്റില്ല. അല്ലെങ്കിൽ ഭഗവാന്മാരുടെ പേരുകളൊന്നും ഇടാൻ പറ്റില്ല. ഏറ്റവും മോശം പേരുകൾ
ഏറ്റവും താഴെത്തട്ടിലെ പേരുകൾ അതൊക്കെ മാത്രമേ ഇടാൻ പറ്റൂ. വസ്ത്രം നന്നായിട്ട് ധരിക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഒരു തോർത്തൊക്കെ ഉടുക്കാൻ നിവൃത്തി ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ മുടി വെട്ടി വൃത്തിയായിട്ട് നടക്കാൻ പറ്റില്ല, മേൽമീശ വെക്കാൻ പറ്റില്ല, മാറ് മറച്ച് നടക്കാൻ പറ്റില്ല പെണ്ണുങ്ങൾക്ക്. അങ്ങനെയൊക്കെയുള്ള ദുരാചാരങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ തമ്പുരാൻ്റെ പണിക്കാരനായ കറുമ്പൻ ആഗ്രഹിച്ച് പറയുകയാണ്, ഏന് അല്ലെങ്കിൽ അടിയന് ഒരു കാളക്കുട്ടിയെ വേണം, ഒരു കാളക്കിടാത്തിനെ വേണം. കുട്ടികൾക്ക് വലിയ സന്തോഷമാകും അത് കിട്ടിയാൽ. അപ്പോൾ വീട്ടിൽ ഇത് കൊണ്ടുവന്നാൽ മക്കളായ അഴകനും നീലിക്കും സന്തോഷമാകും. അതാണ് അയാളുടെ വിശ്വസ്തനായ കഠിനാധ്വാനിയായ പണിക്കാരനായ കറുമ്പൻ തൻ്റെ യജമാനനോട് അങ്ങനെ യാചിക്കാൻ കാരണം. ഒടുവിലത് അനുവദിക്കപ്പെട്ടു. ഇത്രയും കാലത്ത് ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ മുൻതലമുറക്കാരൊക്കെ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാളക്കുട്ടിയെ സ്വന്തമായി തമ്പുരാൻ വളർത്താൻ കൊടുക്കുന്നത് കറുമ്പനാണ്. ആ കാളക്കുട്ടിയുമായി കറുമ്പൻ വീട്ടിലെത്തുമ്പോൾ ആ പുലയ മാടത്തിൽ അന്ന് വലിയ സന്തോഷമായി. കുട്ടികളൊക്കെ ആഹ്ലാദിക്കുന്നു. നീലി പറയുന്നു, ഇതെൻ്റെ കാളയാണ്. ഉടനെ അദ്ദേഹത്തിൻ്റെ മകനായ അഴകൻ, കറുമ്പൻ്റെ മകനായ അഴകൻ പറയുന്നു, ഇത് എൻ്റെ കാളയാണ്, നോക്കി വളർത്തണമെങ്കിലും അതിനെ പൂട്ടി കണ്ടത്തിലിറക്കണമെങ്കിലും ഒക്കെ ആണായ ഞാൻ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നിനക്ക് തരാൻ പറ്റില്ല. അവസാനം ആ കുട്ടികളുടെ തർക്കത്തിൽ ഇടപെട്ട് അവരുടെ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നീലി പുല്ലരിയുക, അഴകൻ അതിനെ ശുശ്രൂഷിക്കുക. അങ്ങനെ രണ്ടുപേരും ചേർന്ന് വളർത്തിയ ആ കാളക്കിടാത്തിൻ്റെ കഥയാണിത്. അന്ന് അവരതിനു വേണ്ടിയിട്ട് ഒരു കൊട്ടാര സദൃശമായ ഒരു തൊഴുത്ത് പണിതു. അതിൽ പുല്ല് മെത്തയായിട്ട് വിരിച്ചു. അതിന് വയറ് നിറച്ച് വെള്ളം കൊടുത്തു. അതിന് ആഹാര സാധനങ്ങൾ അവർ കഴിക്കുന്നത് പോലെ തന്നെയുള്ള ആഹാര സാധനങ്ങളൊക്കെ കൊടുത്തു. ജീവിതത്തിൽ ആദ്യമായിട്ട് ആ കാളക്കുട്ടി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. അതിൻ്റെ സ്ഥാനം അതുവരെ തമ്പുരാൻ്റെ തൊഴുത്തിലായിരുന്നു. ഇഷ്ടിക കെട്ടിയ തൊഴുത്തിലാണ് അത് ജനിച്ചു വീണത്. പക്ഷേ അതിൻ്റെ പാല്, 5 ഇടങ്ങഴി പാലുള്ള ആ വെള്ളപ്പശുവിൻ്റെ പാല്, അതിൻ്റെ അമ്മയുടെ പാല് യജമാനൻ്റെ കുട്ടികളെ ശരീര വളർച്ചയ്ക്ക് മാത്രമേ ഉപകരിച്ചിട്ടുള്ളൂ. അല്ലാതെ ആ പാവം കാളക്കുട്ടിക്ക് കിട്ടിയിട്ടേ ഇല്ല. അത് മെലിഞ്ഞുണങ്ങി മരിക്കാറായപ്പോഴാണ് എന്നാൽ എന്ത് ചെയ്തേക്കാം, ഇത് ഈ പറഞ്ഞ കറുമ്പന് കൊടുത്തേക്കാമെന്ന് തീരുമാനിച്ചത്. പക്ഷേ അവരുടെ സ്നേഹനിർഭരമായ പരിചരണം മൂലം ഏതാണ്ട് 3 വർഷത്തിനുള്ളിൽ അവൻ മിടുക്കനായ ഒരു കാളയായിട്ട് മാറി. നേരിയ ചെമ്പൻ നിറമുള്ള കാള, അതിൻ്റെ താടയിൽ ഈ പറഞ്ഞ പോലെ മനോഹരമായ ഒരു അഴകുള്ള പാടുള്ള ഒരു മനോഹരമായ കൊമ്പുള്ള ഒരു താട ഉള്ള കാളക്കുട്ടിയായിട്ടത് വളർന്നു വന്നു. അപ്പോൾ അതിൻ്റെ യൗവനത്തോടൊപ്പം ഈ കറുമ്പൻ്റെ മകനായ അഴകനും വളർന്നു വരികയാണ്, നീലിയും വളർന്നു വരികയാണ്. അവരൊക്കെ വളർന്നു വന്നു. അങ്ങനെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് അടുത്ത വിളവിന് വിത്തെറിയുന്നതിന് മുൻപുള്ള ഒരു ദിവസം നിറപറയും നിലവിളക്കും വെച്ച് കരുത്തനായ കൂറ്റൻ കാളയായി തീർന്ന ഈ പറഞ്ഞ മാണിക്കനെന്ന് പേരിട്ടത് അവിടുത്തെ മുതലാളിയുടെ കാളയുടെ പേര് കണ്ടെത്തിയാണ്. സാധാരണ പേരുകളൊന്നും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് അവർ ആ കാളയ്ക്ക് മാണിക്കനെന്ന് പേരിട്ടത്. അങ്ങനെ അവൻ കണ്ടത്തിലിറങ്ങി. ആദ്യമൊന്നും ഉഴാനായിട്ട് മാണിക്കന് വശമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരുടെ സ്നേഹപൂർണ്ണമായ പരിചരണം കൊണ്ട് മാണിക്കൻ എന്തു പറഞ്ഞാലും അനുസരിച്ച് പോകുമായിരുന്നു. അങ്ങനെ ഉഴാൻ കൂട്ടത്തിൽ ആരും ഇറങ്ങി? വലുതായി വന്ന കറുമ്പൻ്റെ മകനായ അഴകനും ഇറങ്ങി. അഴകനും മാണിക്കനും തമ്മിൽ അടുത്ത ഒരു രക്തബന്ധത്തിൽപ്പെട്ട ആളുകൾ പോലെയാണ് പെരുമാറിയിട്ടുള്ളത്. ഒരു മിണ്ടാപ്രാണിയും ഒരു മനുഷ്യനും തമ്മിലുള്ള ബന്ധം ആണെന്ന് ഓർക്കണം. അങ്ങനെ അവനെ ആദ്യം മരം വലിച്ചുകൊണ്ട് പോകാനുള്ള ബുദ്ധിയൊന്നുമില്ലായിരുന്നു. മാണിക്കൻ അവനെ പരിശീലിപ്പിച്ചെടുത്തു. ഇടയ്ക്ക് അനുസരണയില്ലാതെ വന്നപ്പോൾ മുറിക്ക് ഒരടി അതിൻ്റെ പുറത്ത് കൊടുക്കുകയും അത് വളരെ നല്ല വേദന മാണിക്കന് നൽകുകയും ചെയ്തു. പിന്നീട് സ്നേഹപൂർവ്വം പരിചരിച്ചുവെങ്കിലും തൻ്റെ യജമാനായ അഴകൻ്റെ അടി എപ്പോഴും ഓർമ്മയിൽ വരുന്നതുകൊണ്ട് അഴകൻ്റെ അടുത്ത് മാത്രം മാണിക്കൻ കുറുമ്പ് കാണിക്കില്ല. പക്ഷെ മറ്റ് കാളകൾ, അവനോടൊപ്പം അഴകൻ്റെ കൂട്ടുകാരനായ ചോദിക്കൊരു കാളയുണ്ട്. അപ്പോൾ ചോദിയുടെ കാളയെ മാത്രമേ മാണിക്കൻ അടുപ്പിക്കുകയുള്ളൂ. മറ്റ് കാളകളെയൊക്കെ കുത്തിയോടിക്കുക, കുറുമ്പ് കാണിക്കുകയൊക്കെ ഈ മാണിക്കൻ്റെ സ്ഥിരം ശീലങ്ങളിൽ പെട്ടതാണ്. കാള വലുതാകുന്നതോട് അനുസരിച്ച് കാളയ്ക്ക് ആവശ്യക്കാർ വന്നു തുടങ്ങി. അപ്പോൾ സത്യത്തിൽ വളർത്തിയത് അഴകനും നീലിയും കറുമ്പനും ഒക്കെ ആയിട്ടാണെങ്കിലും യജമാനൻ എപ്പോഴും അതിന് വിൽക്കാനുള്ള അവകാശമുണ്ട്. യജമാനൻ വന്ന് പല ആളുകളെ കൊണ്ട് വില പറയിപ്പിക്കുമ്പോഴും കടുത്ത വില യജമാനൻ പറയുന്നതിനാൽ ഈ വില ചേരാതെ അങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ
ഓരോ ആവശ്യക്കാർ വന്നു പോകുമ്പോഴും അഴകനും നീലിയും ഒക്കെ സന്തോഷിക്കും. കാരണം ഞങ്ങളുടെ കാള, ഞങ്ങളുടെ മാണിക്കനെ വിറ്റുപോയാൽ അവനെ എല്ലാവരും കൊണ്ടുപോയി കഷ്ടപ്പെടുത്തും, അതിനെ ഉപദ്രവിക്കും, മറ്റു കാളകളെ ഉപദ്രവിച്ച് അടിച്ച് പുറമെല്ലാം പൊട്ടിച്ച് വേദനിപ്പിച്ച് അതിൻ്റെ വാലിന് പിടിച്ച് തിരിച്ച് ഉപദ്രവിക്കുന്നതൊക്കെ അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതുണ്ടാവാതിരിക്കാൻ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവർ കരിമല ചാത്താവിനും അതുപോലെ തന്നെ ചാത്തൻ തമ്പുരാനും ഒക്കെ വഴിപാടുകൾ നേർന്നത് കൊണ്ടാണ് അത് കച്ചവടം നടക്കാതെ വരുന്നത്. ഓരോരുത്തരും പോകുമ്പോൾ മാണിക്കനിങ്ങനെ വലിയ സന്തോഷാലുവായിട്ട് നിൽക്കുന്നതും അഴകൻ അതിൻ്റെ പുറത്ത് തലോടുന്നതുമൊക്കെ പതിവായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് മരമടി മത്സരമുണ്ട്. മരമടി മത്സരം എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച കാളയായ മാണിക്കനാണ് എപ്പോഴും ഏത് മത്സരത്തിലും ജയിക്കുക. അവൻ്റെ ഓട്ടം കാണാൻ തന്നെ ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടാറുണ്ട്. അത്ര സുന്ദരനാണ്, ആരോഗ്യദൃഢഗാത്രനാണ്. അവൻ്റെ ആ കൊമ്പുകുലുക്കിയുള്ള ആ കുളമ്പ് ചവിട്ടിയുള്ള അഴകോടുകൂടിയുള്ള നടപ്പ് ആ കാഴ്ചക്കാർക്കൊക്കെ ഒരു പ്രത്യേക അനുഭൂതിയാണ്. അങ്ങനെ ഒരു ദിവസം ചോതി ഈ കാള പൂട്ടുന്ന ദിവസം, ആ മാണിക്കൻ ഓടുന്ന ദിവസം അഴകനോട് പറഞ്ഞു, അഴക എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒന്ന് ആരെ ഓടിക്കണം. ഈ പറഞ്ഞ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ചോതി കൂട്ടുകാരനായതുകൊണ്ടും ചോതിയോട് അഴകന് ഇഷ്ടമുണ്ടായിരുന്നുകൊണ്ടും ചോതി മാണിക്കനെ ഓടിക്കാൻ സമ്മതിച്ചു. ആവേശം കൊണ്ട് അഴകൻ മാറി നിന്ന് അവനെ ഓടാൻ സജ്ജനാക്കിയതിന് ശേഷം മാറി നിൽക്കുമ്പോൾ ചോതി അവൻ്റെ തെളിക്കലുകാരനായിട്ട് മാറുകയാണ്. ഓടിപ്പോകുന്നത് മാണിക്കൻ കണ്ടില്ല, തൻ്റെ പിന്നിൽ വരുന്നത് ആരാണ്. പക്ഷെ ആവേശം കയറി ചോതി ഒരു വടി കൊണ്ട് അതിൻ്റെ പുറത്ത് ശക്തമായ ഒരു അടി അടിച്ചു. അടി ഇതുവരെ തൻ്റെ യജമാനിൽ നിന്ന് കിട്ടാത്ത മാണിക്കൻ തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് ചോതിയാണ്. അവൻ കോപം കൊണ്ട് ചോതിയുടെ നേരെ പാഞ്ഞെടുക്കുകയാണ്. ചോതി ഭയന്ന് വിറച്ച് ഇപ്പോൾ മരിച്ചു പോകുന്നുള്ള ഘട്ടത്തിൽ ഓടിയെങ്കിലും ചേറിൽ തളർന്നു വീണ് മാണിക്കൻ അവനെ കുത്തി കൊമ്പിലെടുക്കാനായിട്ട് കുനിയുമ്പോഴുണ്ട് ഓടിയെത്തിയ മാണിക്കൻ അവനെ രക്ഷിക്കുകയാണ്. ചോതിയുടെ മരണത്തിൽ നിന്നും തൻ്റെ കാളയിൽ നിന്നും രക്ഷിക്കുകയാണ്. ഒരടി പുറത്ത് ശക്തമായ ഒരടി കൊടുത്തുകൊണ്ടാണ് അന്ന് അഴകൻ മാണിക്കനെ നിയന്ത്രിച്ചത്. പക്ഷെ അടി കുറച്ച് കടുത്തുപോയി, അതിൻ്റെ പുറം പൊട്ടിപ്പോയി. അങ്ങനെ പിടിച്ചു കെട്ടി തൻ്റെ മാടത്തിൽ കൊണ്ടുവന്ന് മാണിക്കനെ കെട്ടി നിർത്തുമ്പോൾ അസൂയാലുവായ കുശുംബനായ ചോതി ആ വാർത്ത ഒന്നിന് രണ്ടായി പൊലിപ്പിച്ച് തമ്പുരാൻ്റെ ചെവിയിലെത്തിക്കാൻ പാടുപെടുകയായിരുന്നു. കൂട്ടത്തിൽ അവൻ ഇതും കൂടെ ചേർത്തു. ഈ മാണിക്കനെ വിൽക്കാൻ പറ്റാത്തത് അവൻ കൂടോത്രം ചെയ്തുകൊണ്ടാണ്, കാളയെ വിറ്റ് പോകാതിരിക്കാനുള്ള കൂടോത്രം ചെയ്തത് കൊണ്ടാണ്. അവൻ അതിനെ അടിച്ചു പൊട്ടിച്ചിരിക്കുന്നു. അങ്ങനെ 2 ദിവസം സങ്കടം കൊണ്ട് അവൻ മാണിക്കനെ പരിചരിച്ചുകൊണ്ട് പണിക്ക് കൂടി ചെല്ലാതെ വന്നപ്പോൾ തമ്പുരാൻ ദേഷ്യം വന്നു. തമ്പുരാൻ ചോദിയോടും കുറച്ച് ആളുകളോടൊക്കെ പറഞ്ഞു, ആ കാളയെ ഇനി അവന് കൊടുക്കണ്ട, അവൻ അടിച്ചു പൊട്ടിക്കാൻ മാത്രം ഉള്ളതല്ല, അതുകൊണ്ട് അഴിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് പേര് വന്നിട്ട് തൻ്റെ മാണിക്കനെ അഴിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. ആ സമയത്ത് മാണിക്കൻ എല്ലാവരെയും കുത്തി ഓടിക്കുകയും 2-3 മാടങ്ങൾ ഇടിച്ച് നിരത്തുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയൊക്കെ ചെയ്തു. കൂടെ വന്നവരെല്ലാം കാലൊടിഞ്ഞു പോയി. ചോതിയുടെ കാല് ഒരു മരക്കൊമ്പിൽ മാണിക്കൻ തൂക്കി എറിഞ്ഞത് അടിച്ച് കൊണ്ട് കാലൊടിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ടായി. അങ്ങനെ വളരെ ശാന്തനായിരുന്ന കാള വളരെ പെട്ടെന്ന് തൻ്റെ യജമാനൻ വിളിച്ചപ്പോഴല്ലാതെ കടുത്ത അക്രമമാണ് ആ സമയത്ത് കാണിച്ചത്. എന്നാൽ പനി പിടിച്ച് കിടപ്പായിരുന്ന ഈ പറഞ്ഞ അഴകൻ വടിയും കുത്തിപ്പിടിച്ച് പുറത്തു വന്ന് വിളിച്ചപ്പോഴുണ്ട് ഒരു ആട്ടിൻകുട്ടിയെപ്പോലെ സ്നേഹത്തോടെ മാണിക്കൻ തൻ്റെ യജമാനൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതും കഥയിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വളരെ ശാന്തനായി ഇരിക്കുന്ന സമയത്താണ് ഈ വാർത്ത പൊടിപ്പും തൊങ്ങലുമായി തൻ്റെ തമ്പുരാൻ്റെ ചെവിയിലെത്തുന്നത്. തമ്പുരാൻ കുറച്ച് മല്ലന്മാരുമായി വന്ന് മാണിക്കനെ പിടിച്ചു കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ പാവം അഴകനെ, ഒരു തെറ്റും ചെയ്യാത്ത അഴകനെ മർദ്ദിച്ചവശനാക്കി അതിനെ അടിച്ച് പിടിച്ച് കെട്ടി കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ കൊണ്ടുവന്ന് കുറേ കാലം അതിനെ പട്ടിണി കിട്ടു. എല്ലും തോലുമായി അതിൻ്റെ അഹങ്കാരം കുറയാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം വെറും 15 രൂപയ്ക്ക് ആർക്കോ ഒരാൾക്ക് മാണിക്കനെ വിൽക്കുകയാണ്. അടികൊണ്ട് അവശനായ അഴകൻ ഒരു തീരുമാനമെടുത്തു. ഇനി മേലാൽ താൻ തമ്പുരാൻ്റെ പണിക്കളത്തിലോ തമ്പുരാൻ്റെ അടിമയായിട്ടോ പണിക്ക് പോകാൻ തയ്യാറല്ല.
അതുമാത്രമല്ല തൻ്റെ മാണിക്കനെ, തൻ്റെ എല്ലാമെല്ലാമായ മാണിക്കനെ അവർ കൊണ്ടുപോവുകയും ചെയ്തു. വളരെ നാളുകളായി ആ കുടുംബം കരച്ചിലാണ്. നഷ്ടപ്പെട്ടു പോയ മാണിക്കൻ അവർക്ക് തങ്ങളുടെ മകനേക്കാൾ പ്രിയപ്പെട്ടവനായിരുന്നു. അങ്ങനെ സങ്കടത്തോടുകൂടി കുറച്ച് നാൾ പണിയെടുത്തു. കഷ്ടപ്പാടും ദുരിതവുമായി, പണിയില്ലാതെയായി, കൃഷി ഉപകരണങ്ങളെല്ലാം പണയത്തിലായി. അങ്ങനെ കിഴക്കൻ കാടുകളിൽ ഒരവസരം വന്നപ്പോൾ മാണിക്കൻ്റെ യജമാനായി കുറേ കാലം ജീവിച്ചതെല്ലാം മറന്നിട്ട് അഴകൻ പണിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ പോയി. രാത്രിയാണ്, അദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്. അതിനിടയിൽ അഴകൻ വിവാഹിതനായി. അഴകൻ്റെ പെങ്ങൾ നീലിയെ കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പോൾ കുറുമ്പ എന്നാണ് അഴകൻ്റെ ഭാര്യയുടെ പേര്. അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായി. ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന വലിയൊരു ഉത്തരവാദിത്വം അഴകൻ്റെ തലയിൽ വന്നു ചേർന്നു. അതുകൊണ്ടാണ് അദ്ദേഹം കിഴക്കൻ കാടുകളിൽ പണിക്ക് പോയത്. അപ്പോൾ തിരികെ വന്നതിന് ശേഷം വരുമ്പോൾ തൻ്റെ മക്കൾക്ക് കൊച്ചുകുട്ടത്തിക്ക് പാവാട വാങ്ങിക്കണം. പല കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത ആ പിതാവ് ഒരു ദിവസം രാത്രിയിൽ വനത്തിലൂടെ മടക്കയാത്രയ്ക്ക് വൈകി നടന്നു വരുമ്പോഴാണ്, ഭൂതപ്രേത പിശാചുക്കൾ ഉള്ള ഒരു കാടാണ്, അതിലൂടെ പേടിച്ചരണ്ട് വിഷമിച്ച് മുകളിലുള്ള ഹുങ്കാര ശബ്ദവും രാത്രിയിൽ വനയക്ഷി കാത്തിരിക്കുന്നതുമൊക്കെ വിചാരിച്ച് അങ്ങനെ പേടിച്ച് വിറങ്ങലിച്ച് വരുമ്പോഴാണ് ദൂരെ നിന്നും ഒരു മങ്ങിയ വെളിച്ചത്തിൽ, റാന്തൽ വെളിച്ചത്തിൽ ഒരു എന്തോ ഒന്ന് കാണുന്നതും അവിടെ നിന്ന് ഞരക്കങ്ങൾ കേൾക്കുന്നതും. അയാൾ ഓടി എത്തുമ്പോഴാണ് ഒരു കൊക്കയുടെ അടുത്ത് 2 ജീവികൾ പ്രാണന് വേണ്ടി പെടുകയാണ്. ഒന്നൊരു മനുഷ്യനും മറ്റൊന്ന് ആ മനുഷ്യനെ വലിച്ചു കൊണ്ടുവന്ന വണ്ടിയുടെ കാളയുമാണ്. വണ്ടിയുടെ ചക്രങ്ങൾ ഒടിഞ്ഞ് അതിനടിയിൽപ്പെട്ടിരിക്കുകയാണ് 2 പേരും. വല്ല വിധേനയും അഴകൻ ആ 2 പേരെയും മോചിപ്പിച്ചു. അങ്ങനെ മോചിപ്പിച്ച് 2 കാലും മുൻകാലുകൾ ഒടിഞ്ഞു പോയ ആ പാവം സാധുമൃഗത്തിനെ എവിടെയോ കണ്ട ഓർമ്മ പെട്ടെന്ന് അഴകനുണ്ടായി. അഴകൻ ആ മുതലാളിയോട് ചോദിച്ചു, ഇതിനെ നിങ്ങൾ എവിടുന്ന് വാങ്ങിയതാണ്? അപ്പോൾ അയാൾ കാര്യം പറഞ്ഞു. തൻ്റെ അഴകനാണ്, തൻ്റെ മാണിക്കനാണെന്ന് തിരിച്ചറിഞ്ഞ അഴകൻ ആ കയ്യിലുണ്ടായിരുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ വെച്ചിരുന്ന പണം അല്ലെങ്കിൽ അയാളുടെ സമ്പാദ്യം കൊടുത്ത് ആ കാളക്കിടാവിനെ 4.5 കാശ് കൊടുത്തിട്ട് ആ കാളക്കിടാവിനെ, ആ ഒടിഞ്ഞ കാലുള്ള കാളയെ തിരികെ വാങ്ങിക്കുകയാണ്. ഇവിടെ 3-4 ദിവസമായി പട്ടിണി കിടന്ന ആ വീട്ടിലേക്ക്, കുറുമ്പയും മക്കളും പട്ടിണി കിടക്കുന്ന വീട്ടിലേക്ക് മുടന്തൻ കാളയുമായിട്ട് പഴയ ഓർമ്മയുടെ വലിയൊരു ഭാരവും പേറി വളരെ സന്തോഷത്തോടുകൂടി വൃദ്ധനാണെങ്കിലും തിരികെ കിട്ടിയ ആ ഒരു മാനസികാവസ്ഥയോടുകൂടി അദ്ദേഹം തിരിച്ച് മടങ്ങി വരികയാണ്. അങ്ങനെ വരുമ്പോഴാണ് കഥ അവസാനിക്കുന്നത്. അങ്ങനെ അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും അഴകൻ പഴയ സ്വപ്നങ്ങളിൽ വരികയാണ്. കൊച്ചുകുട്ടത്തിയോടും തൻ്റെ മക്കളോടും ഭാര്യയോടുമൊക്കെ ചേർന്നിട്ട് പുല്ലരിയൂ, അതിന് വെള്ളം കൊടുക്കൂ എന്ന് പറയുമ്പോൾ ആ മൃഗസ്നേഹിയുടെ മനസ്സ്, നിഷ്കളങ്കമായ പരസ്പര ബന്ധത്തിൻ്റെ ശക്തി നമുക്ക് ഈ കഥയിൽ കാണാനായിട്ട് സാധിക്കും. മനുഷ്യനും മൃഗങ്ങളും ഒന്നാണെന്നും പ്രകൃതിയും ചരാചരങ്ങളും രണ്ടല്ല എന്നുമുള്ള ഒരു ബോധവും നൈർമല്യവും കളങ്കമില്ലാത്ത മനസ്സും പ്രദാനം ചെയ്യുന്ന ഒരു ജീവിത സാഹചര്യങ്ങളും തിരിച്ചറിവും ആത്മാർത്ഥതയും കുട്ടികൾ പഠിക്കാൻ വേണ്ടി കൂടിയാണ് ഈ കഥ നിങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മാണിക്യൻ എന്ന കഥ നമുക്കിവിടെ പൂർണ്ണമാക്കി തീർക്കാനായിട്ട് പറ്റും. മറ്റ് അധ്യായങ്ങളുമായി ഇനിയും നമ്മൾ വീണ്ടും കാണും. ഇതിലെ ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. കുറച്ച് സാവകാശം അതിന് വന്നു പോകുന്നതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. എല്ലാ കുട്ടികളും ദയവേത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഈ ചാനലിലൂടെ ഞങ്ങൾ തരാനായി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കും. അതും തികച്ചും സൗജന്യമായി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വർഷത്തെ പരീക്ഷയിൽ വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.